ഇപ്പോൾ ഫ്യൂച്ചറീസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ ലേണിംഗ് ആണ് അല്ലേ മറ്റുള്ള അക്കാഡമിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞ ഈ നമ്മൾ ഒരു കാര്യം ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അത് ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ വെച്ചിട്ടാണെങ്കിൽ എന്തിനോ വേണ്ടി പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നത്. അതായത് പണ്ട് ഈ പള്ളികളുടെ സൈഡിൽ ഒരു കൂടം കെട്ടിയിട്ട് അവിടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്, പള്ളിക്കൂടം സെറ്റപ്പ്. ആ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് മാറേണ്ട സമയം കഴിഞ്ഞു. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, നമ്മൾ എന്തിനു പഠിക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ഇപ്പൊ പലർക്കും അറിയില്ല. ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ. നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അത് കണ്ടു പഠിക്കുക അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്നുള്ള രീതി അത് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വരുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു അത് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്ട് വേറെയാണ്. സാധാരണ ഒരാളിങ്ങനെ തിയറി പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസം പഠിച്ചിട്ട് 2 മാസം ജോലി ചെയ്യാൻ പോകുന്നു. 10 മാസം പഠിച്ചത് ഈ 2 മാസം കൊണ്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 10 മാസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള രീതി വളരെയധികം ഹെൽപ്ഫുൾ ആണ്.